ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു വണ്ടി റോഡിൽ ഓടിക്കുമ്പോൾ ടയറിൻ്റെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ കിട്ടണം. ലെഫ്റ്റ് നമ്മൾ കുറച്ച് തിരിയുമ്പോൾ എത്രയധികം ടയർ തിരിഞ്ഞു എന്ന് നമ്മുടെ മൈൻഡിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഏതൊരു ഡ്രൈവറാണെങ്കിലും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ടയറിൻ്റെ പൊസിഷൻ ഇത്രയധികം തിരിഞ്ഞു എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു വാഹനം ഏറ്റവും നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയൂ. അത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ മനസ്സിലാക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഗുണം ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. നമുക്കിവിടെ ഒന്ന് വണ്ടി തിരിച്ചിട്ട് പോകാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ കൃത്യമായിട്ടും വാഹനത്തിൻ്റെ ടയറിൻ്റെ പൊസിഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളെ കൃത്യമായിട്ടും കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഇപ്പോൾ ഇത് ഞാൻ തേർഡ് ഗിയർ കൊടുക്കുന്നു. നമുക്ക് ഒരിടത്ത് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിയുകയാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഞാനിത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുന്നു. ഓക്കെ, സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇവിടെ നിന്ന് ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് വണ്ടി നിർത്താം. ഓക്കെ, ഇവിടെ ഞാൻ സൈഡിൽ ഒതുക്കി വണ്ടി നിർത്തുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ വണ്ടി ഇപ്പോൾ സൈഡിൽ ഒതുക്കി നിർത്തി. നിങ്ങളിപ്പോൾ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് നോക്കുക. ഇപ്പോൾ ഏകദേശം വാഹനത്തിൻ്റെ ടയർ എത്രയധികം തിരിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞുതരാം. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ടയർ ഇരിക്കുന്നത് ഏകദേശം ഈ ഒരു പൊസിഷനിലാണ്. നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഏകദേശം വണ്ടിയുടെ ടയർ ഇത് ഇത്രയധികം തിരിഞ്ഞിട്ടുണ്ട്. അതായത് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന പൊസിഷൻ ഇതാണ്. എന്നാൽ വണ്ടിയുടെ ടയർ ഏകദേശം ഇപ്പോൾ ഇത്രയധികം തിരിഞ്ഞിട്ടുണ്ട്. ഞാനത് കൃത്യമായിട്ട് വെളിയിലിറങ്ങി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ ടയറിൻ്റെ പൊസിഷൻ തിരിഞ്ഞിരിക്കുന്നുണ്ടോ? അതായത് ഇവിടുന്ന് ഈ ഒരു അളവിൽ തിരിഞ്ഞിരിപ്പുണ്ട്. ഇനി ഞാൻ വീണ്ടും മറ്റൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. റൈറ്റ് സൈഡ് വന്നിട്ട് ഇതേ ഇവിടെ നിർത്താം. ഓക്കെ, ഇപ്പോൾ വണ്ടിയുടെ ടയർ എത്രയധികം തിരിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളെ വളരെ ക്വിക്കായിട്ട് കാണിച്ചു തരാം. വാഹനത്തിൻ്റെ ടയർ നേരെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി വാഹനത്തിൻ്റെ ടയർ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരളവിൽ വാഹനത്തിൻ്റെ ടയർ തിരിഞ്ഞിട്ടുണ്ട്. എൻ്റെ മൈൻഡിൽ അതാണ് തോന്നിയിരിക്കുന്നത്. ഞാനത് നിങ്ങളെ വെളിയിലിറങ്ങി കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ടയർ നോക്കിക്കേ. ഓക്കെ, നിങ്ങൾ വണ്ടിയുടെ ടയർ ഒന്ന് നോക്കിക്കേ. കണ്ടില്ലേ, ഈ ഒരു അളവിൽ തിരിഞ്ഞിരിപ്പുണ്ട്. ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കിയെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. വളരെ സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി വണ്ടിയുടെ ടയർ നേരെയാണ്, സ്റ്റിയറിംഗ് നേരെയാണ്. അതായത് ടയർ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വാഹനം പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിക്കുമ്പോൾ എത്രയധികം വാഹനത്തിൻ്റെ ടയർ ഒടിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഞാൻ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട് പറഞ്ഞുതരാം. വാഹനത്തിൻ്റെ ടയർ സ്ട്രെയിറ്റ് ആകുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിക്കുമ്പോൾ ഏകദേശം നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ഏകദേശം ഈ ഒരു അളവിൽ ഒടിയുന്നു. ഒരു കാരണവശാലും ഇങ്ങനെ ഒടിയത്തില്ല. കാരണം ഇങ്ങനെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ടയർ ഈ ഒരു രീതിയിലേക്ക് വരും. അങ്ങനെ ഒരു കാരണവശാലും ഒരു വണ്ടിയുടെ ടയർ ഒടിയുകയല്ല. ഒടിയുന്നത് എങ്ങനെയായിരിക്കും? ഏകദേശം ഈ ഒരു അളവിൽ ഒടിഞ്ഞിരിക്കും. നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, വാഹനത്തിൻ്റെ ടയർ നമ്മൾ പൂർണ്ണമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു വെച്ചേക്കുകയാണ്. അപ്പോൾ ഏകദേശം ടയറിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക. ഇത്രയധികമാണ് ടയർ ഒടിഞ്ഞിരിക്കുന്നത്. ഇവിടുന്നും വീണ്ടും ഒടിഞ്ഞതേ ഇങ്ങനെയല്ല ടയർ നിൽക്കുന്നത്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിക്കുമ്പോഴും ടയർ നേരെയായി വന്നതിന് ശേഷം ഏകദേശം ഒടിച്ചു വരുമ്പോഴത്തേന് ഈ ഒരു സ്പേസ് വരും. ദേ ഈ ഒരു അളവിൽ വാഹനത്തിൻ്റെ ടയർ നിൽക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനിപ്പോൾ റൈറ്റ് സൈഡും കൂടെ ഒന്ന് ഓടിച്ച് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഓടിച്ചു. നിങ്ങൾ നോക്കുക, ലോക്കായിട്ടിരിക്കുകയാണ്. ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഞാൻ പറഞ്ഞ അളവിലല്ലേ ടയർ കിടക്കുന്നത്? കണ്ടില്ലേ? അതായത് ഈ ഒരു അളവിലാണ് മാക്സിമം ഒടിഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും വാഹനത്തിൻ്റെ വെളിയിലിറങ്ങി നോക്കി മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കേ. ഇനി ഈ ഒരു ഭാഗം നോക്കിക്കേ, കണ്ടില്ലേ?
ഇത്രയധികമാണ് ടയർ ഒടിഞ്ഞിരിക്കുന്നത്. ഇതിക്കുള്ള ടയർ ഒടിയുന്നില്ല. നേരെയാകുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഇനി ഇടത്തോട്ട് ഒടിയുമ്പോൾ സംഭവിക്കുന്നത് ഏകദേശം ഈ ഒരളവിൽ വാഹനത്തിൻ്റെ ടയർ ഒടിയുമെന്ന് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉള്ളപ്പം നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനത്തിന് ടയർ നേരെയാകുന്നതും ലെഫ്റ്റും റൈറ്റും ഒക്കെ നിങ്ങൾ തിരിക്കുമ്പോൾ കൃത്യമായിട്ട് എത്രയധികം തിരിഞ്ഞു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി ഇവിടെ ചെറിയൊരു വളവ് വന്നു. അപ്പോൾ ഞാനിതേ സ്റ്റിയറിംഗ് ഇത്രയും തിരിച്ചു കൊടുത്തു. ഇപ്പോൾ ഏകദേശം ടയറിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് ഏകദേശം ഒരു ശകലം ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിഞ്ഞേക്കുന്നത്. ഒരുപാട് തിരിഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ വീണ്ടും വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. മുന്നോട്ടെടുത്ത് വാഹനം ഇങ്ങനെ പോകുന്നു. ഇത് കണ്ടില്ലേ, ഒരു ശകലമാണ് തിരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. അതിനുശേഷം റോഡ് സ്ട്രെയിറ്റ് ആയപ്പം എനിക്ക് മനസ്സിലായി ഇത്രയും അധികം തിരിഞ്ഞതിൽ നിന്ന് വീണ്ടും ഇത്രയും കൂടെ നേരെയാക്കി കൊടുത്താലേ വണ്ടി സ്ട്രെയിറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തിരിവാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിത് സ്റ്റിയറിംഗ് ഇങ്ങനെ ഒടിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1/4 റൗണ്ട് അടുത്ത് ഒടിച്ചു. ഇപ്പോൾ ഏകദേശം വാഹനത്തിൻ്റെ ടയർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് പൊസിഷനിൽ നിന്ന് ഏകദേശം ഈ ഒരു അളവിലാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ ടയർ ഇരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി ഞാൻ സ്റ്റിയറിംഗ് നേരെ കൊടുത്തു. ഇപ്പോൾ വണ്ടിയുടെ ടയർ എന്ന് പറയുന്നത് ഏകദേശം സ്ട്രെയിറ്റ് ആണ്. ഈ ഒരു അളവിലാണ് ഇരിക്കുന്നത്. ഇത് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മൈൻഡിൽ കിട്ടുന്നുണ്ട്. നിങ്ങളും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓടിക്കുക. അതായത് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണ്. ഓക്കെ, ഈ റോഡ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണ്. അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്കിത് ഇവിടെ ചെറിയൊരു വളവ് വന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിത് സ്റ്റിയറിംഗ് ഒരു ശകലം തിരിച്ചു കൊടുത്തു. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ ഒരു ശകലം തിരിഞ്ഞിട്ടുണ്ട്. വീണ്ടും റോഡ് നേരെയായപ്പോഴത്തേനും ഞാൻ വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തു. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ വീണ്ടും നേരെയായി. ഇങ്ങനെ നിങ്ങൾ ഓർത്തുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും സ്റ്റിയറിംഗ് നോക്കാതെ തന്നെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും സ്റ്റിയറിംഗ് തിരിക്കുന്നത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ടയർ ജഡ്ജ് ചെയ്യുക. നിങ്ങൾ നോക്കിയത് ഇവിടെ വീണ്ടും ഒരു വളവ് വന്നു. ഞാനിവിടെ ഇത്രയധികം തിരിച്ചു കൊടുത്തപ്പോഴാണ് ആ വളവ് തിരിഞ്ഞതിന് ശേഷം വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി. അപ്പം വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ടയർ നേരെയാക്കി കൊടുത്തു. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വളരെയധികം ഗുണം ചെയ്യും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഓർത്ത് ചിന്തിച്ച് നിങ്ങൾക്ക് ഗുണമാകുന്ന രീതിയിലാണ് ഓരോ വീഡിയോകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നൽകുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളെ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, ബൈ.